മദ്ഹിന് പരിധിയില്ലെന്ന് കിട്ടും. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് ആദ്യമായി ടിക്കറ്റ് വാങ്ങിയ ആളാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും ഫർള് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരേക്കും റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല. എന്നാൽ ഖദീജ ബീവി സ്വർഗത്തിലാണ്. ഫർള് നിസ്കാരം ഒന്നും നിസ്കരിച്ചിട്ടില്ല, ഫർളായ നോമ്പ് നോറ്റിട്ടില്ല. അത് രണ്ടും നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ നിസ്കരിക്കണം, നോമ്പ് എടുക്കണം, കാരണം നമ്മൾ നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആളാണ്. പക്ഷെ ഇനി നമുക്കൊരു കാര്യം കിട്ടും, സ്വർഗത്തിൽ പോവാന് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പ് വെക്കുന്നതിനേക്കാളും വലിയ വേറൊരു കാര്യമുണ്ട്. അത് ഖദീജ ബിബി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോന്നറിയില്ല. സാലിം ബൈച്ച് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറയരുതേ. നമ്മൾ നിസ്കാരം നിർബന്ധമായതിന്റെ ശേഷം ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നിസ്കരിച്ചേ പറ്റുള്ളൂ, നോമ്പ് പറ്റേ പറ്റുള്ളൂ. അതേ സമയത്ത് സ്വർഗത്ത് പോകാൻ അതല്ലാത്തൊരു വഴിയുണ്ട്. അതുകൊണ്ടാണല്ലോ നിസ്കാരം നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് വഫാത്തായ ഖദീജ ബീവി സ്വർഗത്തിലെത്തുന്നത്. എന്തായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്? അത് മദ്ഹുൻ നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല ഇന്നക ലതസ്തഖുൽ ഹദീസ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം ഒരു വർത്താനം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ അല്ലാഹു നബിയാക്കി നിയോഗിക്കുന്നതിന്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുസ്തഫ നബി തങ്ങൾ എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ പറയും. ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. വീട്ടിൽ സദ്യ ഉണ്ടായാൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. ആടിനെ അറുത്താല് നല്ലൊരു കുറകെടുത്തിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരിക്ക് വിടും. അങ്ങനെ കൊടുത്തേക്കും. എപ്പോഴും ഖദീജ ബീവിനെ കുറിച്ച് പറയും. എന്താ ഖദീജ ബീവിയുടെ പ്രത്യേകത? മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിനെ മനസ്സിലാക്കിയതാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത. അതാണ് ഈമാന്റെ അസ്ല്. ഈമാൻ ഇഷ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അസ്ലില്ലാത്ത ഫറവ് കൊണ്ട് കാര്യമില്ല. ഫറയില്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടായതിന്റെ ഉദാഹരണമാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. അതന്നെ സംഗതി. അതുകൊണ്ട് അസ്ല് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അസ്ലുമുള്ള കളിയാണ്, അത് ഫറവുമല്ല. ഈ സുന്നത്ത് ജമാഅത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ ഒരു കാരണം അത് അസ്ലിലാണ് കളിക്കുന്നത്, ഫറയിലല്ല എന്നുള്ളതാണ്. അസ്ല് കേടുവരുത്താൻ സമ്മതിക്കൂല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഫറ് പിന്നുണ്ടായിക്കോളുന്ന്. ഫറ് എപ്പോഴും ഉണ്ടാവാലോ. അസ്ല് പോയാൽ തിരിച്ചു വരാൻ പ്രയാസാണ്. പോയവരാരും മടങ്ങിയ താരീഖില്ല. ഉണ്ടെങ്കിൽ വിരലിൽ ഇങ്ങനെ എണ്ണാൻ പറ്റും, അത്രേ ഉണ്ടാവുള്ളൂ. പോയ തന്നെയാണ്, മടക്കല്ല. ഈമാനാണ് പോയാലേ പോയത് തന്നെയാണ്, മടക്കല്ല. ഇന്ന് ഉമ്മത്തില് ഗൗരവം നഷ്ടപ്പെട്ട 3 തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത കുറവാണ്, മൂന്നാമത്തത് രിദ്ദത്തിന്റെ കാരണങ്ങളാണ്. 3 കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇന്നത്തെ കാലത്ത് സൂക്ഷ്മത കുറവ് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും വ്യഭിചാരം. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നു. നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. ഒരു തുണിഷാപ്പാണെന്ന് വിചാരിച്ചോളി, ഒരു കണ്ണടപ്പീടിയാന്ന് വിചാരിച്ചോളി, ഒരു ജ്വല്ലറിയാന്ന് വിചാരിച്ചോളി, ഒരു ട്രാവൽസ് ആന്ന് വിചാരിച്ചോളി. 2 ലേഡി സ്റ്റാഫിനെ ആവശ്യമുണ്ട്. കുഴപ്പമില്ല, ശമ്പളം കുറച്ചു കൊടുത്താൽ മതി. 10 കുട്ടികൾ വന്നു. 2 എണ്ണം വെളുത്തതും 4 എണ്ണം കറുത്തതും. വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ. പീടിക്ക് 2 ആൾ കയറണ്ടേ എന്നുള്ളതാണ് ആലോചിക്കുക.
മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് ആ പൈസ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മള്. അറിഞ്ഞോ അറിയാതെയോ ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചാരം ഗൗരവം കുറഞ്ഞൊരു വിഷയമായിട്ട് മാറി. വ്യഭിചാരം എന്ന് പറഞ്ഞാല് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല, ഹദീസിൽ നസ്സാണ്, അൽ ഐനാനി സിനാഹുമാ അൻ-നദറു, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നസ്സായി പറഞ്ഞിട്ടുണ്ട്. വരിജ്ലാനി സിനാഹുമാ അൽ-മശ്യു, കാലിന്റെ വ്യഭിചാരം നടത്തമാണ്. വല്യദാനി സിനാഹുമാ അൽ-ബത്ഷു, കയ്യിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തൊടലാണ്. നാവിന്റെ വ്യഭിചാരം എന്നാൽ സംസാരമാണ്. വ്യഭിചാരം പലതുണ്ട്. സഹവാസ വ്യഭിചാരമുണ്ട്, എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട്, ഒക്കെ വ്യഭിചാരമാണ്. ശിക്ഷയില്ലാത്ത ഒരു വ്യഭിചാരം മാത്രമേ ഉള്ളൂ, അത് മനോവ്യഭിചാരം എന്ന് പറയുന്നതാണ്. മനസ്സിലൊരാൾക്ക് എന്തേലും തോന്നിയതിന് അള്ളാഹു തആല ശിക്ഷിക്കൂല. കാരണം അത് അവന്റെ പിടുത്തത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതിന്റെ മേലക്കാണ് പോയാൽ വ്യഭിചാരത്തിന്റെ പരിധിയിലേ വരുള്ളൂ. കാണലും നോക്കലും രണ്ടാണ് കേട്ടോ. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. അത് രണ്ടാണ്. തിങ്കളാഴ്ച 9:35 കോളേജിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ വീണ്ടും കണ്ടു. ബുധനാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ കണ്ടു. വ്യാഴാഴ്ച ആ സുന്ദരിയെ കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു. അവിടുന്ന് അങ്ങോട്ട് നോക്കലാണ്, ഇതുവരെ ഉള്ളത് കാണലാണ്. കാണലും നോക്കലും രണ്ടാണ്. കാണൽ വ്യഭിചാരമല്ല, നോക്കൽ വ്യഭിചാരമാണ്. അതാണ് കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞത്. അറിഞ്ഞോ അറിയാതെയോ വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഗൗരവം കുറഞ്ഞു, വ്യഭിചാരം ഗൗരവം കുറഞ്ഞു. അതന്നെ. രണ്ടാമത്തേത്, സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതകൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും വേണ്ടില്ല, കുറച്ച് കാര്യം ഉണ്ടായാൽ മതി എന്ന് ആലോചിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തി. എന്താ വിഷയം? എങ്ങനെ നഷ്ടപ്പെടാന്നുള്ളത് അറിയില്ല. ഈ ബറക്കത്തുകൾ ഉണ്ടല്ലോ, ബറക്കത്ത്. നമ്മൾ റജബ് മാസമായ ദോരക്കും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം നീ റബ്ബനാ. ബറക്കത്ത് എല്ലാ സാധനത്തിലും ബറക്കത്തുണ്ടാവുമെന്നാണ്. മക്കളിൽ ബറക്കത്ത്, ഇൽമിൽ ബറക്കത്ത്, സമ്പത്തിൽ ബറക്കത്ത്, ആയുസ്സിൽ ബറക്കത്ത്, സ്ഥാപനത്തിൽ ബറക്കത്ത്, സ്ഥലങ്ങളിൽ ബറക്കത്ത്, കൃഷിയിൽ ബറക്കത്ത്, കച്ചവടത്തിൽ ബറക്കത്ത്. ചില നാടിന് തന്നെ ഒരു ബറക്കത്തുണ്ടാവും, ചില മനുഷ്യന്മാർക്കൊരു ബറക്കത്തുണ്ടാവും, ചില സംസാരങ്ങൾക്കൊരു ബറക്കത്തുണ്ടാവും, ചില വസ്തുക്കൾക്ക് ബറക്കത്ത് കൂടുതലുണ്ടാവും. എല്ലാം ഉണ്ട് ബറക്കത്തുള്ളതും. ബറക്കത്തിന് വേണ്ടിയുള്ള ദുആയാകുന്നു ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. തോനെ തരണേ എന്നല്ല, തന്നതിൽ ബറക്കത്തു തരണേ എന്നാണ്. ബറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആശുപത്രി കൊടുക്കാൻ തയ്ക്കില്ല. ബറക്കത്തുള്ളത് കുറച്ച് മതി, എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും പോക്കറ്റിൽ വെക്കാൻ മാത്രം ബാക്കി ഉണ്ടാവും, ബാങ്ക് ബാലൻസും ഉണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. അതുകൊണ്ട് ബറക്കത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്തവന് ബറക്കത്ത് നഷ്ടപ്പെടും, സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിലെ ബറക്കത്ത് പോകും. ഭക്ഷണത്തിലെ ബറക്കത്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിലെ ബറക്കത്ത് പോകും. സമ്പത്തിലെ ബറക്കത്തിന് പോയാൽ ബാക്കിയൊക്കെ അതിൻ്റെ ഒപ്പം പോകും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ആയുസ്സിലെ ബറക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തിലെ ബറക്കത്ത് പോയാൽ ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും. ഇൽമിന്റെ ബറക്കത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇൽമ് അമൽ ചെയ്യാൻ പറ്റാത്തതും ന്യായം പറയാൻ മാത്രം പറ്റുന്നതുമായി മാറും. ഇൽമിന്റെ ബറക്കത്തിന് പോയാലേ
പിന്നെ ഓന്റെ ഇൽമ കൊണ്ട് 4 വർത്താനം പറയാൻ പറ്റുന്നേ ഉള്ളൂ, അമൽ ചെയ്യാൻ പറ്റൂല. ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും, എന്തിനും ന്യായം ഉണ്ടാവും മൂപ്പരടുത്ത്. ഇൽമിന്റെ വറക്കത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കും. ഒക്കെ സമ്പത്തിന്റെ വറക്കത്ത് പോയാലാ പോവുക. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. മൂന്നാമത്തേത്, മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് സൂക്ഷ്മത കുറഞ്ഞു വരുന്നു. നിസ്കരിച്ചില്ലെങ്കിൽ മുർത്തദ്ദാവൂല, നിസ്കാരത്തെ കളിയാക്കിയാൽ മുർത്തദ്ദാവും. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ദീനിന്ന് പുറത്തു പോവില്ല.